മരണം കൊണ്ട് തീരാത്തതും കല്ലറ കൊണ്ട് അവസാനിക്കാത്തതും ആയ പ്രത്യാശയാണ് ഉയർത്തെഴുന്നേറ്റ യേശു. ഈ ഉറപ്പ് പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:58. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നും ഇനിയും രണ്ടാമത് നമ്മെ ചേർക്കുവാൻ വരുമെന്നും നാം വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ ഉറപ്പ്. യഹോവ യോശുവയോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള നയപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് യോശുവ 1:7 നാം വായിക്കുന്നു. നാം എപ്പോഴും ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന ഉറപ്പിൽ ഇരിക്കണം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എബ്രായലേഖനം 13:6 നമുക്ക് ദൈവത്തിലുള്ള ഉറപ്പിനെ സാത്താൻ കൊള്ള ചെയ്യാതെ നാം നോക്കണം. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. ലൂക്കോസ് 11:21-22 ദൈവത്തിൻ്റെ സർവായുധം ധരിച്ച് സാത്താനോട് ശക്തിയായി പോരാടണം. ലോകത്തിലെ മഹാന്മാരായി മരിച്ചവർ എല്ലാവരും കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ നമ്മുടെ യേശു മരണത്തെ ജയിച്ച് കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർപ്പാണ് നമ്മുടെ ഉറപ്പ്. യേശു ഇന്നും ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ഉറപ്പ്. ദൈവം പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ ഒരു ദുർഗവും ശരണവുമാണ്. കഷ്ടങ്ങളിൽ ഒരു കോട്ടയും ഉഷ്ണത്തിൽ ഒരു തണലുമാണ്. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 25:4. പ്രതിസന്ധികൾ ജീവിതമാം പടകിൽ ആഞ്ഞടിച്ചാലും ദൈവത്തിൽ ഉറപ്പും പ്രത്യാശയും ഉള്ളവർക്ക് ഒരു അല്പവും ഇല്ല. കാരണം അവർ വസിക്കുന്നത് അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലുമാണ്. ശത്രുക്കളുടെ വെല്ലുവിളികളുടെ നടുവിൽ ദൈവം ഉണ്ട് എന്ന് ഉറപ്പുണ്ടാകണം. കുഴിമുയൽ ബലഹീന ജീവിയാണെങ്കിലും അതിന് ഭയമില്ല. കാരണം അതിൻ്റെ പാർപ്പിടം പാറയിലാണ്. നാം വസിക്കുന്നത് ജീവനുള്ള ക്രിസ്തു എന്ന പാറയിൽ ആണെന്നതാണ് നമ്മുടെ ഉറപ്പ്. അങ്ങനെയുള്ളവർ ധൈര്യത്തോടെ പറയും: നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. 61 സങ്കീർത്തനം 3-4 ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം.
അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.